എനിക്ക് പറയാനുള്ളത് സൂറത്ത് ആൽ ഇംറാനിലെ ഒരു പ്രാർത്ഥന, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. ഞങ്ങളുടെ നാഥ, ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു. ഞാൻ ദീപുവാക്കാനെ പറ്റി പറഞ്ഞത് എന്നും മൂപ്പര് പറയാറുണ്ടല്ലോ. മൂപ്പര് പറയും അല്ലാഹുമ്മ ഗഫിർലു. മൂപ്പര് പറയും ഞാൻ ഇങ്ങനെ ഈ ക്ലബും പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയെന്ന്. പക്ഷെ എന്തോ തരത്തിൽ എനിക്ക് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാന് അതൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് ദീനീ രംഗത്തേക്ക് വന്നു. അതാ റബ്ബന ഇന്നനാ സമിഅനാ, എപ്പോഴും മൂപ്പര് ഓരിത്തരുന്ന ഒരായത്താണ്. ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. നമ്മളൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഈമാനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു വിളിയാളം ഞാൻ കേട്ടു റബ്ബേ ഫആമന്ന. അപ്പൊ ഞങ്ങളത് വിശ്വസിച്ചത് ശരി തന്നെയാണോ? അത് ശരിയെന്നാണോ? ഈ തൗഹീദ് പറയുന്നത് ശരിയെന്ന് തന്നെയാണല്ലോ എന്ന് ഞങ്ങൾ കേട്ട് വിശ്വസിച്ചു. വിശ്വസിച്ചു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. പടച്ചോനെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വന്ന പാപങ്ങൾ ഉള്ള പാപങ്ങൾ നീ പുറത്തു തരണമേ. ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരു രീതി അതാണ്. പടച്ചോനെ പുറത്തു തരണമേ, ഞങ്ങളുടെ അബദ്ധങ്ങൾ വഖഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ, തേച്ചു മായ്ച്ചു കളയണമേ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരോടുകൂടി മരിപ്പിക്കണമേ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാ പറയുന്നത്. ഈ മരണത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തി അതിന്റെ അടുത്തേക്ക് ആയുസ് ഇങ്ങനെ കൂടി മൂത്ത് മുരടിക്കും തോറും ഈ തരത്തിലുള്ള ചെറുക്കാരോപണത്തിന് വേണ്ടി വളം വെച്ചു കൊടുക്കുകയും ആളുകളെ കൊണ്ടുവന്ന് ഈ തരത്തിൽ ആളുകളെ ദൂഷ്യമാക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത് സമൂഹത്തിൽ മദ്യപാനമുണ്ട്. സമൂഹത്തിൽ തൗഹീദ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, തൗഹീദിന്റെ ഈ സത്യസന്ദേശം പറയാൻ മടിയുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങളും അബദ്ധങ്ങളും, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അബദ്ധം എത്രയാണ്. അത്തരം കാര്യങ്ങളെങ്കിലും കയറി നിന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ തിരയലല്ലേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ തരത്തിലുള്ള തർക്കങ്ങളും ബഹളങ്ങളുമല്ല. മനുഷ്യന്റെ കാര്യം അത് വളരെ വളരെ ക്രിട്ടിക്കലായി ഏത് സമയത്തും തിരിച്ചു പോകാവുന്ന ഒരു സന്ദർഭത്തിൽ പടച്ചോനെ ഓനെപ്പറ്റി അത് പറഞ്ഞ് മറ്റോനെ കൊണ്ട് ഇത് പറയിപ്പിച്ച് മറ്റോടത്ത് ചെയ്താകുമെന്ന് പറഞ്ഞ് ബേജാറാക്കിയിട്ട് അവസാനം ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാതിരിക്കാൻ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുമ്മ അഴിയിൽ പാർട്ടിയല്ല, സംഘടനയല്ല. പാർട്ടി സംഘടനയൊക്കെ വേണം, നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതൊരു ഭൗതിക ദുന്യാവിന് വേണ്ടി ആവരുത്, ആഖിറത്തിന് വേണ്ടിയാണ് പാർട്ടി. ഈ തരത്തിലുള്ള വേണ്ടാത്തരങ്ങളും ഈ തരത്തിലുള്ള കുതൂഹലങ്ങളും വന്നപ്പോഴാണ് നമുക്ക് ആ പാർട്ടി സംഘടനയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ദീനീ പ്രവർത്തനത്തിൽ അതിനിറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ. റബ്ബനാ വതവഫനാ മഅൽ അബ്റാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ തരത്തിലേക്ക് പോവുകയും ചെയ്യലാണ് നല്ലത് എന്ന് എന്നോടും എന്റെ പിന്നിലിരിക്കുന്ന സുഹൃത്തുക്കളോടും നിങ്ങളോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവനോടും ഇനി ഇത് കേൾക്കാനുള്ളവരോടും ഉപദേശിക്കുന്നു. അല്ലാഹു തആല സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷയാവതരണത്തിന് ശേഷം നിങ്ങൾ നോട്ടീസിൽ മനസ്സിലാക്കിയതുപോലെ സംശയങ്ങൾ നിവാരണം ചെയ്യുവാനുള്ള അവസരമുണ്ട്. മുജാഹിദുകൾ സമൂഹത്തിൽ ഏത് സന്ദർഭത്തിലും പ്രബോധനം ചെയ്യുന്ന മൗലികമായ ആദർശമാണ് ഇവിടെ വിഷയാവതരണത്തിലൂടെ നമ്മൾ കേട്ടത്. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ചത്. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കുപ്രചരണങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ ഈ വിഷയത്തിന്റെ മൗലികമായ വശങ്ങൾ അറിയുവാനും താല്പര്യമുള്ള ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. മൈക്ക് പോയിന്റിൽ വന്ന് മാന്യമായി നമുക്ക് നമ്മുടെ സംശയങ്ങൾ നിവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംശയമുള്ള ആളുകളെ മൈക്ക് പോയിന്റിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് ഹംസത്ത് എന്നാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സലഫി പ്രവർത്തകനാണ്. എന്റെ ചോദ്യം, ആദ്യകാലത്ത് മുജാഹിദ് മടവൂർ വിഭാഗത്തിലെ പ്രഗത്ഭ പണ്ഡിതനായ അബ്ദുൽ നാസർ സുല്ലമി താൻ പിന്തുടരുന്ന സംഘടനയിൽ ഹദീസ് നിഷേധമുണ്ടെന്ന് വ്യക്തമായപ്പോൾ അവിടെ നിന്ന് രാജിവെച്ച് സംഘടനാ പക്ഷത്തേക്ക് മാറിപ്പോകുകയും പിന്നീട് അദ്ദേഹം ബഹുമാന്യ പണ്ഡിതനായ മുജാഹിദ് ദാവാ വിങ്ങിന്റെ ബഹുമാന്യ പണ്ഡിതനായ ഫൈസൽ മൗലവുമായി വർഷങ്ങൾക്ക് മുമ്പ് കോഴിച്ചേരിൽ വെച്ച്, ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, കോഴിച്ചേരിൽ വെച്ച് ഒരു സംവാദം നടന്നിരുന്നു. ആ സംവാദത്തിൽ ലോകത്ത് ഒരാൾ പോലും പറയാത്ത ഒരർത്ഥമാണ് സൂറത്ത് അൻആമിലെ 128 ആയത്തിന് ഫൈസൽ മൗലവി പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ വശം ഫൈസൽ മൗലവി തന്നെ വിശദീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ശരിയാണോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. 2013 മാർച്ച് മാസം 12-ാം തീയതിയാണ് പരാമർശിക്കപ്പെട്ട കോഴിച്ചന സംവാദം നടന്നത്. ഫെബ്രുവരിയിൽ ഇടവണ്ണക്കടുത്ത് പന്നിപ്പാറയിൽ വെച്ച് ഒരു സംവാദമുണ്ടായി. മാർച്ചിൽ കോഴിച്ചനയിലുണ്ടായി. 2014 നവംബർ 25 പത്തപ്പിലേത്ത് വെച്ചും ഒരു വാദപ്രതിവാദമുണ്ടായി. ഈ സംഘടനയിലുണ്ടായ വിവാദങ്ങൾക്കു ശേഷം 3 വാദപ്രതിവാദങ്ങളാണ് ആ വിഷയകമായി സംഘടിപ്പിക്കപ്പെട്ടത്. അത് 3ലും പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാൾ കൂടിയാണ് ഈ ഉള്ളവൻ. അതിൽ ഈ വിഷയം മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 100 കൊല്ലം പറഞ്ഞു വന്ന പ്രമാണബദ്ധമായ ആദർശത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് സംസാരങ്ങൾ, പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും അതേപോലെ മുഖാമുഖങ്ങളും എല്ലാം ഈ കൂട്ടായ്മയുടെ കീഴിൽ നാം സംഘടിപ്പിച്ചപ്പോൾ അതിൽ നിന്നാണ് ഈ നിലക്കുള്ള സംവാദത്തിനുള്ള ചില വെല്ലുവിളികൾ ഉണ്ടായി വന്നത്. കുരിയാടുകടുത്ത് കക്കാട് വെച്ച് നടന്ന ഒരു മുഖാമുഖത്തിലാണ് ഇത്തരം ഒരു സംവാദത്തിന് സന്നദ്ധമാണോ എന്ന ചോദ്യവുമായി ഒരു പ്രവർത്തകൻ മുന്നോട്ട് വരുന്നത്. അതിന് തയ്യാറാവുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയും അത് പിന്നീട് സംവാദത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ആ സംവാദത്തിൽ ധാരാളം ആയത്തുകൾ ഓതിക്കൊണ്ട് ശിർക്കായ ഇസ്തിഗാസകളും അതേപോലെ ശിർക്ക് അല്ലാത്ത സഹായാർത്ഥങ്ങളെയും എല്ലാം വേർതിരിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അവിടെ നടന്നു. ആ കൂട്ടത്തിൽ എന്റെ സംസാരത്തിൽ ഞാൻ ഉദ്ധരിച്ച ഒരു ഖുർആനിക വചനം സൂറത്തു അൻആമിലെ 188-ാമത്തെ ആയത്ത്, 128-ാമത്തെ ആയത്ത്, ആ ആയത്ത് ഓതിക്കൊണ്ട് അത് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ അടിസ്ഥാനമാക്കി മാത്രം ഞാൻ അവിടെ സംസാരിച്ചു. എന്റെ വക ഒരു വാക്ക് പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അഥവാ അല്ലാഹു തആല നാളെ പരലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന രംഗം വിവരിക്കുന്ന ആയത്താണ് അത്. എന്ന് തുടങ്ങുന്ന ഖുർആനിക വചനം. ആ ഒരു ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ ഈ ആയത്തിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ ജിന്നുകളെ ആരാധിച്ചു കൂടിയ മനുഷ്യർ, അവർ ആരാധിച്ച ജിന്നുകൾ, ഈ 2 കൂട്ടരും ഒന്നിച്ചു കാണുന്ന രംഗമാണ് ഖുർആൻ പ്രധാനമായും ആ ആയത്തിൽ പരാമർശിക്കുന്നത്. പരലോകത്ത് പരസ്പരം ഒരുമിച്ച് കൂടുകയും ഈ ജിന്നുകളോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ധാരാളം മനുഷ്യന്മാരെ പിഴപ്പിച്ചുവല്ലോ. മനുഷ്യന്മാര് പറയും, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപകാരമെടുത്തു റബ്ബേ, ഞങ്ങളുടെ ആയുസ് കഴിഞ്ഞു, അവധി കഴിഞ്ഞു, ഞങ്ങൾ മരിച്ചു, ഇപ്പോഴിതാ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് വിലപിക്കുന്ന രംഗമാണ് ആ ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അല്ലാഹു തആല പറയും, നിങ്ങളുടെ അഭയസ്ഥാനം നരകമാകുന്നു, നിങ്ങൾ ശാശ്വതരാകുന്നു. റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒഴികെ, അല്ലെങ്കിൽ റബ്ബ് ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്ന് ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആയത്ത് അടിസ്ഥാനമാക്കി
ജിന്നുകളും മനുഷ്യന്മാരും തമ്മിൽ പരസ്പരമുള്ള ഉപകാരമെടുക്കലുണ്ട്, ഇസ്തിംതാഴുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കാവുന്ന ഏർപ്പാടുണ്ട്. അതൊരിക്കലും പ്രമാണവിരുദ്ധമല്ല എന്ന് വ്യക്തമാണ്. ആ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള ഇസ്തിആനത്ത്, സഹായാർത്ഥനകളെ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ ശൈലികളിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായി ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒന്നിലധികം പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലെ സ്വാലിഹ് അൽ ഷെയ്ഖ് ഹഫിദഹുല്ല പോലുള്ള, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ല പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ആയത്ത് വെച്ചുകൊണ്ട് ആ നിലക്ക് വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു വിശദീകരണം, അതേപോലെ മുൻഗാമികളായ ആളുകൾ ഈ പദപ്രയോഗം അങ്ങനെ തന്നെ നിർവഹിച്ചിട്ടില്ലെങ്കിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിയതായി കാണാൻ കഴിയുന്നു. ഇസ്തിംതാഴ് എന്താണ് എന്നും അതെങ്ങനെയാണ് എന്നും ഏതൊക്കെ രൂപത്തിലാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടത് എന്നും എന്താണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിച്ചത് എന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നു. 10-11 വിശദീകരണങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഫത്ഹുൽ ഖദീർ പോലുള്ള തഫ്സീറുകളിൽ കാണാൻ കഴിയും. അതേപോലെ തഫ്സീറുൽ മനാറിൽ ഞങ്ങൾ ഷിർക്കിലും ഷിർക്കിലേക്കുള്ള മാർഗങ്ങളിലും ഞങ്ങൾ പരസ്പരം പങ്കുകൊണ്ടു എന്ന വ്യാഖ്യാനം തന്നെ നൽകിയതായി കാണാൻ സാധിക്കും. ഷിർക്കിലും ഷിർക്കിലേക്കുള്ള സബബുകൾ, ഷിർക്കിലേക്കുള്ള മാർഗങ്ങൾ, ഷിർക്കിലേക്ക് എത്താവുന്ന കാരണങ്ങൾ, ഷിർക്കിലേക്കുള്ള വഴികൾ അഥവാ വസീലകൾ, അതിലൊക്കെ ഞങ്ങൾ പരസ്പരം പങ്കുചേർന്നു എന്ന വിശദീകരണം തന്നെ തഫ്സീറുൽ മനാറിൽ സയ്യിദ് റഷീദ് റിള നൽകിയതായി കാണാനും സാധിക്കുന്നുണ്ട്. ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന സ്വാലിഹ് അൽ ഷെയ്ഖ് എന്ന സൗദി അറേബ്യയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട സഹായാർത്ഥനകൾ ശിർക്കായതിനെ, ശിർക്കിലേക്ക് എത്തിക്കുന്നതിനെ വേർതിരിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് അവിടെ ആയത്ത് പരാമർശിച്ചത്. യഥാർത്ഥത്തിൽ കോഴിച്ചലയിലല്ല ആദ്യമായി ആ ആയത്ത് ഇவ்விഷയമായി ഉന്നയിക്കപ്പെടുന്നത്. ആദ്യമായി ഈ ആയത്ത് ഉന്നയിക്കപ്പെടുന്നത് 2013 ജനുവരിയിൽ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പാകെ സമർപ്പിച്ച പ്രബന്ധത്തിലാണ് എന്നതാണ് വസ്തുത. ഈ വിഷയം സംഘടനക്കുള്ളിൽ പ്രശ്നമായി വന്നപ്പോൾ ഈ വിഷയം പഠിച്ച് പ്രബന്ധം തയ്യാറാക്കി ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട 2 പേരിൽ ഒന്ന് ഞാനും മറ്റൊന്ന് ബഹുമാന്യനായ ഹനീഫ് കായക്കുടിയുമായിരുന്നു. ഞങ്ങൾ 2 പേരുമാണ് അതിന് നിയോഗിക്കപ്പെട്ടവർ. അങ്ങനെ ഹനീഫ് കായക്കുടിയുടെ വീട്ടിൽ 2-3 ദിവസം ഞാൻ പോയി താമസിച്ചു. എന്റെ കൂടെ വേങ്ങന മനാറുൽ ഹുദായിൽ അദ്ദേഹം ഒരു ദിവസം വന്ന് താമസിച്ചു. അങ്ങനെ 3-4 ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടാണ് ആ പ്രബന്ധം തയ്യാറാക്കിയത്. അതിൽ 95% അല്ലെങ്കിൽ അതിലധികവും കായക്കുടിയാണ് തയ്യാറാക്കിയത്. ബാക്കി ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ ഞാനതിൽ കൂടി കൊടുത്തിട്ടുള്ളൂ. കൊണ്ടുപോയി അവതരിപ്പിച്ചത് ഞാനായിരുന്നു എന്ന് മാത്രം. ആ പ്രബന്ധത്തിൽ ഹനീഫ് കായക്കുടിയാണ് ആലു ഷെയ്ഖിന്റെ കിതാബിലെ ഈ ഭാഗം എടുത്തു കൊടുത്തുകൊണ്ട് ആ പ്രബന്ധത്തിൽ ചേർത്തത്. പ്രബന്ധം മൊത്തം 18 പേജാണ്. ആ 18 പേജുള്ള പ്രബന്ധത്തിൽ 18ാമത്തെ പേജിൽ അവസാനമായി കൊടുത്തത് ആലു ഷെയ്ഖിന്റെ കിതാബിലെ ഈ പരാമർശ ഭാഗമായിരുന്നു. അഥവാ ജിന്നുകളോട് സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഷെയ്ഖ് നടത്തിയ ഒരു പരാമർശം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പ്രബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിലാണ് എല്ലാം ഹറാമാണ് എന്ന് പറയുകയും ശിർക്കായതിനെയും ഹറാമായതിനെയും വേർതിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആയത്ത് തെളിവായി അദ്ദേഹം നൽകിയത് ആ പ്രബന്ധത്തിൽ ചേർത്തത്. യഥാർത്ഥത്തിൽ ഹനീഫ് കായക്കൂടി അതെടുത്ത് ഈ പ്രബന്ധത്തിൽ ചേർത്ത് അതിൽ നിന്നാണ് ഈ ആയത്തും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നതാണ് വസ്തുത. അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. ഒരാളും അവിടെ ആക്ഷേപം പറഞ്ഞില്ല. ആ പ്രബന്ധം സമർപ്പിച്ചപ്പോ ഒരാള് പോലും പറഞ്ഞില്ല ഈ ആയത്തിൽ തെറ്റായ അർത്ഥം പറഞ്ഞു, ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒരുപാട് മുഖാമുഖങ്ങൾ നടന്നു. എന്റെ 1ാമത്തെ മുഖാമുഖം വേങ്ങയിൽ വെച്ചായിരുന്നു. വേങ്ങയിൽ വെച്ച് സംഘടിപ്പിച്ച ചത്തപോത്തും യാഇബാദും എന്ന പേരിൽ ഇറങ്ങിയ CD, ആ CD-യിൽ കേൾക്കുന്ന ആൾക്കറിയാം ഈ ആയത്ത് അവിടെയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഒരുപാട് മുഖാമുഖങ്ങൾ ഇടവണ്ണ ബസ് സ്റ്റാൻഡിൽ, അതേപോലെ കൂറ്റനാട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുഖാമുഖങ്ങളിൽ ഈ ആയത്ത് ഈ നിലയ്ക്ക് തന്നെ അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് കോഴിക്കര സംവാദത്തിലും ഉന്നയിച്ചു. പക്ഷേ സംവാദം കഴിഞ്ഞപ്പോ ഇവർക്ക് തങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരുപാട് പ്രയാസം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓലപ്പാമ്പുണ്ടാക്കൽ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലാതൊന്നുമില്ല. എന്നിട്ട് ആ ദുർവ്യാഖ്യാനിച്ചു എന്ന് നാടുകളെ പ്രചരിപ്പിച്ചപ്പോൾ അത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാനാണ് അടുത്ത സംവാദം ഉണ്ടായത്. 2014 നവംബർ 25
2013 നവംബർ 25 പത്തപ്രിയത്തിൽ വെച്ച് വാദപ്രതിവാദമുണ്ടായി. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെയാണ് അന്ന് അവിടെ സംസാരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അവിടെ ഇതായിരുന്നു വിഷയം. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവോ ഇല്ലേ? ആ സംവാദത്തിൽ വന്നിട്ട് ദുർവ്യാഖ്യാനിച്ചു വന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ആയത്തിന് ആലു ഷെയ്ഖ് പറഞ്ഞ ഭാഗം അബ്ദുറഹ്മാൻ സലഫി തന്നെ കിതാബെടുത്ത് വായിച്ച് അർത്ഥം വെച്ചിട്ടാണ് ആ സംവാദത്തിന് പോകേണ്ടി വന്നത്. ആ പ്രസക്ത ഭാഗം കാണാം നിങ്ങൾക്ക് സിഡിയിൽ, ഈ ക്ലിപ്പിൽ കാണാം നിങ്ങൾക്ക്. അബ്ദുറഹ്മാൻ സലഫി തന്നെ ആയത്തോതി കിതാബിന്റെ ഭാഗമെടുത്ത് വായിച്ച് ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട് എന്ന് വായിച്ച് അർത്ഥം വെക്കുന്നത്. അത് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ചോദിച്ചു, ഈ ഇപ്പൊ വായിച്ചത് നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അംഗീകരിക്കുകയോ എന്നുള്ളത് വേറെ വിഷയം എന്ന് പറഞ്ഞ് ഒഴിവാക്കാണ് ചെയ്തത്. എന്നിട്ടാണ് ഇപ്പോഴും നാട് നീളടങ്ങിയിട്ട് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇപ്പൊ 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ശിർക്കിലേക്കുള്ള മാർഗമാണ്, വസീലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തോതിയിട്ട് അദ്ദേഹം മറുപടി നൽകിയത്. അതിന്റെ സൗണ്ട് അടക്കം 2-3 ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചത് നമ്മിൽ പലരും കേട്ടതായിരിക്കും. അതാണ് വസ്തുത. എന്റെ വക ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി നിങ്ങൾ പത്തപ്രിയം സംവാദത്തിലെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. ഇപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാന ഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരു പക്ഷേ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിൽ ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. അതെ, അപ്പൊ കിതാബെന്ന് വായിച്ചിട്ട് പറഞ്ഞ മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. അതേപോലെ മിൻഹാ മാ ഹുവ വസിയത്തുൽ ശിർക്കി, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. തെളിവെന്താ? അൻആമിലെ 128 ആയത്ത്. എന്നിട്ടാണ് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നതല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ മാത്രമല്ല അർത്ഥം പറഞ്ഞത്. വിശുദ്ധ ഖുർആന് സ്വന്തമായ അർത്ഥം പറയാൻ മാത്രം അറിവുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെ പറയാനൊട്ട് പാടുമില്ല. അതുകൊണ്ട് ആധുനികരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ അവർക്ക് ആയത്തുകളെ എങ്ങനെ മനസ്സിലാക്കിയോ അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോഴിച്ച് ഞാൻ വായിച്ചുള്ളതാണ്. അഥവാ ഇല്ലാ മാ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്നർത്ഥം ഇബ്നു അബ്ബാസ് നൽകുന്നു. അതേപോലെ ഈ ഒഴിവാക്കിൽ ആരെയാണ് ഇസ്തിസ്നാ? ആർക്കാണ്? അൽ ഇസ്തിസ്നാ ലി അഹ്ലി തൗഹീദ്, അൽ ഇസ്തിസ്നാ ലി അഹ്ലിൽ ഈമാൻ എന്നൊക്കെ മുൻഗാമികളായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചതും അവിടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല, ദുർവ്യാഖ്യാനിക്കുന്ന പ്രശ്നവുമില്ല. അതേസമയം മറുഭാഗത്താണ് ഒരുപാട് ആയത്തുകൾക്ക് ഇല്ലാത്ത അർത്ഥം കൊടുക്കുകയും അതിന് സ്വന്തമായി വ്യാഖ്യാനം നൽകുകയും ചെയ്തത്. ആയത്തിന് അർത്ഥം കൊടുക്കുക മാത്രമല്ല, ആയത്ത് മുറിച്ചിട്ട് പോലും ഓതിയിട്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ചെയ്യുന്ന അതേ പണിയിലേക്ക് പോലും പോയവർ ഉണ്ട് എന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ. ഓക്കേ, അസ്സലാമു അലൈക്കും. എന്റെ പേര് നൂരിസ്. പിന്നെ ഞാൻ ചാത്തനാണ്. പിന്നെ മുജാഹിദുകളെ വേദിയിൽ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഞാൻ കണ്ട്, പിന്നെ മുജാഹിദുകളെ പിന്നെ എല്ലാ വേദികളിലും ചോദിക്കാൻ അയക്കണില്ല എന്നുള്ളത്.
അതിന്റെ സത്യാവസ്ഥ എന്താണ്? പത്തപ്പിരത്തുള്ള മജീദ് പറഞ്ഞ ആളാണ് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാണ് ചോദിക്കപ്പോ ഇവിടെ അയച്ചല്ലോ. ഇപ്പൊ ചോദിക്കാൻ അയക്കാത്ത പ്രശ്നമില്ല. മാന്യന്മാരായ എല്ലാ മനുഷ്യന്മാരെയും ചോദിക്കാൻ അനുവദിക്കാറുണ്ട്. മാന്യത ഇല്ലാത്ത മനുഷ്യന്മാരെ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാറില്ല. അത് മുജാഹിദീങ്ങൾ മാത്രമല്ല, ഇപ്പൊ സുന്നിയാൾക്കും കൊടുക്കുന്നില്ല. പത്തപ്പിരത്തെ മജീദിനെ പറ്റി അലവി സഖാഫിയെ പറഞ്ഞത് ഓനങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട, ഓനങ്ങൾ നോക്കും വേണ്ട, ഓന ഒരു ശല്യാണ് എന്ന് അലവി സഖാഫി അടക്കം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓലടക്കം ഒഴിവാക്കിയ മനുഷ്യൻ നമ്മൾ പിന്നെ വെറുതെ ഓന ചാൻസ് കൊടുത്ത് നമ്മളെ സമയം കണ്ടാന്നുള്ളത് കൊടുക്കാറില്ല. അത് ഇവിടെയും കൊടുക്കുന്നില്ല, എവിടെയും കൊടുക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ചോദിക്കാൻ അല്ല, കൊടുക്കും. ഓന് പ്രശ്നമുണ്ട്, ഓന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അല്ല, ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ആ ശരി, നിങ്ങൾക്ക് വല്ലുള്ളി ചോദിച്ചോളി. ആ പ്രശ്നത്തില് ഒരു ചെറിയ തെളിവാണ്. പണ്ടൊക്കെ നമ്മളെ മുഖാമുഖം വന്നാല് മുമ്പിൽ വന്നിരിക്കും, എന്നിട്ട് മൈക്കെടുക്കും, ചോദ്യം തുടങ്ങും. ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാ സ്ഥലത്തും ആദ്യരാളെ പറഞ്ഞേക്കും. അപ്പൊ അതാണ് ഇതിന് കുഴപ്പം. മുമ്പ് കൊണ്ട് വരില്ലേ, ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒരാൾ ആദ്യം വിടുക, ഇത് എന്റെ സുഹൃത്തുണ്ടോ ചോദിക്കാൻ പറ്റുമായിരിക്കും. അതാണ് ഇപ്പത്തെ പണി. അപ്പൊ അതൊക്കെ ആ പ്രശ്നത്തിന്റെ ഭാഗമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓനെ എവിടെയും വരേണ്ട ആവശ്യമില്ല. ഇതല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഓനെ എവിടെയും കൊടുക്കണില്ല എന്ന് മൊത്തത്തിൽ മനുഷ്യന്മാർ തീരുമാനിച്ചാണ്. ഞങ്ങൾ സംഘാടകർ വരെ ഇപ്പൊ ചീത്തറി എന്തിനാണ് ഇവിടെ ആ ചങ്ങായിക്ക് കൊടുത്ത് നമ്മൾ സമയം കളയേണ്ടത്? അല്ലാത്ത മാന്യന്മാരുണ്ടാവുമല്ലോ, ഒരു ചോദിച്ചോട്ടെ എന്നതാണ്. ശരി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൾ റഷീദ്, സ്ഥലം മക്കരപ്പുറം അടുത്ത് വറ്റലൂര്. ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പോലെ ഇത് മുജാഹിദിന്റെ സംസ്കാരമല്ല. ഏത് തമ്മാടിക്കും ചോദിക്കാൻ അവസരം കൊടുക്കുന്നതാണ് KNM-ന്റെ ശീലം. അത് എന്റെ പ്രശ്നമല്ല, എന്റെ ചോദ്യം അതല്ല കേട്ടോ. അവര് ദൃശ്യിക്കാം. നിങ്ങൾ അടുത്ത മുഖാമത്തോടെ കൊണ്ടേക്കോളി. നമ്മൾ നിങ്ങൾക്ക് സംബന്ധം അടുത്ത മുഖാമം KNM എവിടെ ഏതെങ്കിലും കാലത്ത് വെക്കുകയാണെങ്കിൽ, വെക്കലില്ല, അവിടെ നിങ്ങൾ ഓനെ വിളിച്ചോളി, ഓനെ കൊണ്ടേക്കോളി. ഞാൻ മാണി പറഞ്ഞോളൂ. ശരി, ചോദ്യം ചോദിച്ചോളൂ. അവനെ നിങ്ങൾ പറഞ്ഞയക്കേണ്ട. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു പരിപാടിക്ക് വന്നിട്ട് ഓനെ ഇരുത്തണ്ട കൊടുത്ത് ആയിക്കോട്ടെ. ശരി, ചോദിച്ചോളി. എന്റെ ചോദ്യത്തിലേക്ക് എടുക്കുക. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്, ഇത് സംവാദമല്ല. ഞങ്ങൾ ചോദിക്കുന്നതിന് ചോദ്യങ്ങൾ ഉത്തരം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങളെ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിക്കും. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, നിങ്ങൾ ഇപ്പൊ അവതരിപ്പിച്ച സൂറത്തുൽ അൻആം 128 നിങ്ങൾ പഴച്ചിട്ട് 158 എന്ന് പറഞ്ഞപ്പോട്ടെ, ഈ 128 ആയത്ത് നിങ്ങൾ ഓതിയത് മാത്രമല്ല നിങ്ങൾ അന്ന് പറഞ്ഞത്. ജിന്നിനോട് തേടുന്നത് അല്ലെങ്കിൽ ജിന്നിനെ വിളിക്കുന്നതിന് വസീലത്ത് ശിർക്കാവുന്നതിന് ധാരാളം ആയത്തുകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു സംവാദം വെക്കുമ്പോൾ അവിടെ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇവിടെ കേൾപ്പിക്കാൻ പറ്റുന്ന സംവാദമല്ലല്ലോ. അവിടെ വരും, പണ്ഡിതന്മാരെടുത്ത് വരി. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴാ റെഡി പറയും? പണ്ഡിതന്മാർ ഇവിടെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ധൈര്യം എല്ലാം മനസ്സിലായി. എന്താ റഷീദൊക്കെ പണിയൊക്കെ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പുള്ളറി അത് കേൾപ്പിക്കാൻ പറയുമ്പോ ധൈര്യം ചെയ്യാന്നല്ല. ഇത് എന്ത് വർത്താന? എന്താ സംസ്കാരം? റഷീദൊക്കെ പണ്ടിങ്ങനെ ആയിരുന്നില്ല. റഷീദ് നിങ്ങൾ പണ്ടിങ്ങനെ ആയിരുന്നില്ല. എന്തിനാ ഈ പണി? എന്റെ പേര് പുള്ളറിയാ. എന്നിട്ട് ആ പുള്ളറിനെ കേൾപ്പിക്കുന്ന പറയുമ്പോ നിങ്ങൾ പണ്ഡിതന്മാരത്ത് കഴിയും. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു നിങ്ങൾ വിടുക, അതനുസരിച്ച് ചെയ്യുക. അവിടെയാണ് പഴിച്ചത്. ഞാനത് പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കേണ്ടതാണ്. ആ ശരി, ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, നിങ്ങൾ അടുത്ത കൊടുത്തോളൂ. നിങ്ങൾ പറഞ്ഞ സംസ്കാരത്തിന്റെ മാറ്റം വന്നത് എനിക്കല്ല. എന്റെ സ്വന്തം വീട്ടിൽ വെച്ച് നിങ്ങളും മുനീർ മദനിയും ഈ പറഞ്ഞ പത്തപ്പിരിയത്തുള്ള ഖുറാഫി മജീദുമായി സംവാദത്തിന് വന്ന ആളായിരുന്നു അന്ന് നിങ്ങൾക്ക് ആദർശമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മജീദിനെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ വയറിളകുന്നത്? ആയിക്കോട്ടെ, ശരി. ഇനിയിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ ചോദിച്ചോളി. നിങ്ങളും മജീദ് എന്തൊരു ബന്ധമുണ്ടല്ലോ. ഇപ്പൊ മജീദിന് കൊടുക്കാത്തതിന് ഇപ്പൊ KNM-ക്കാ കുഴപ്പം. അപ്പൊ മനസ്സിലായല്ലോ പ്രശ്നം എന്താന്നുള്ളത്. അവിടെയാണ് അവിഹിത ബന്ധം എന്നുള്ളത്. ഇപ്പൊ ഞമ്മളല്ലാത്ത ബാക്കി എല്ലാരും പറ്റും. ഇപ്പൊ മജീദും പറ്റും, മടവൂരും പറ്റും, എല്ലാ സൈസും ഇപ്പൊ അലയൻസായി. ഇതാ ഞങ്ങൾ പറഞ്ഞത് കുഴപ്പമുണ്ട് എന്നത്. അല്ല, മജീദിന്റെ ആദർശം റബ്ബല്ലാത്ത അബോധിക കഴിവുണ്ട് എന്നാണ്. നിങ്ങൾ പറഞ്ഞ ആദർശവും റബ്ബല്ലാത്ത അബോധിക കഴിവുണ്ട്. അപ്പൊ രണ്ടും ഒന്നായി മാറി. അപ്പൊ ഓനെ കൊടുക്കത്തില്ല ഇപ്പൊ പ്രശ്നം, അല്ല മൂപ്പിൽ കിട്ടണേയല്ല. അപ്പൊ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ചോദിച്ചോളി. അടുത്തത് ചോദിച്ചോളി. ചോദ്യം ചോദിച്ചോളി. അപ്പൊ ഖുർആനിൽ നിങ്ങൾ ആയത്ത് ഓതിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ? അല്ല, അതുമല്ല.
അപ്പോ ഒരൊറ്റ ആയത്തുകളോട് ഓതി എന്ന് പറഞ്ഞോ? അത് ശരി. ഓക്കെ. ധാരാളം ആയത്തുകളുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ അത് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ഒരു സമയം തയ്യാറാകുമോ? ഞാൻ റെഡിയാണ്. ഇപ്പൊ റെഡിയാണ്. അപ്പൊ ഞാൻ സമയം സമയം നിങ്ങൾ പറയും. നിങ്ങളല്ലേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്? ഞാൻ റെഡിയാണ്. എപ്പോഴും റെഡിയാണ്. നാളെ രാവിലെ വീട്ടിൽ നിങ്ങളെ വീട്ടിലല്ല, ഞങ്ങളെ പണ്ഡിതന്മാരെ സുല്ലമിന്റെ വീട്ടിൽ നിങ്ങൾ വരണ്ടോ? മനുഷ്യന്മാരെ അടുത്ത ചോദിച്ചോട്ടെ. മുപ്പക്ക് അത്രയുണ്ട്. ഞാൻ വെച്ചിട്ട് മാന്യന്മാരെ പേരിലും പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് അബൂബക്കർ, ഇവിടെ അടുത്ത് തന്നെ. പിന്നെ ധാരാളം ആയത്തുകൾ ഞാൻ ഉണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ തെളിയിക്കാം. എന്റെ ചോദ്യം, പിന്നെ മനുഷ്യന്റെ, അതായത് മനുഷ്യൻ കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ വഴിയറിയാൻ വേണ്ടി ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കുമല്ല, പ്രാർത്ഥനയുമല്ല എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ മുങ്ങി മരിക്കുമ്പോൾ ഒരു ജിന്ന്, കരയിലൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല, ശിർക്കുമല്ല എന്ന് സക്കരിയ സലായും പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ആ നിലപാടിൽ തന്നെയാണോ, അതല്ല അതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ആ നിലപാടിൽ തന്നെ ആണെങ്കിൽ അത് പറയുക, മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അവരെ എവിടെ ഏത് അർത്ഥത്തിലാണോ പറഞ്ഞത് ആ അർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ വകുപ്പത്തിലല്ല. അവര് എവിടെ ഏത് അർത്ഥത്തിൽ ആ പദപ്രയോഗം നിർവഹിച്ചുവോ അതിൽ ഒരു തെറ്റുമില്ല. അത് 100% ശരിയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച അസ്ലും. അത് നിങ്ങളെ കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ പ്രശ്നമായി മാറിയത്. പിന്നെ ധാരാളം ആയത്ത് ഞാൻ ഓതാം എന്ന് പറഞ്ഞത് റഷീദ് പറഞ്ഞ പോലെ അല്ല. നിങ്ങളിപ്പോ ആദ്യ ഭാഗം ഒഴിവാക്കി ബാക്കിയാണ് പറഞ്ഞത്. റഷീദ് ആദ്യം കുട്ടിയ വാക്കിലാണ് കുഴപ്പം. വസീയത്തു ശിർക്ക് ധാരാളം ആയത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് റഷീദ് പറഞ്ഞത്. അതില്ല. ധാരാളം ആയത്ത് ഓതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വസീയത്തു ശിർക്കിനല്ല, വസീയത്തു ശിർക്കിനല്ല. അതാണ് വ്യത്യാസം. അതാണ് തിരിമറി അറിയുന്നത്. അതാണ് തിരിമറി. നേരെ മറിച്ച് ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമായ ഇസ്തിഗാസകളെ, ഇസ്തിആനകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് ധാരാളം ആയത്തുണ്ട്. ഉദാഹരണമായി 4 ആയത്ത് ഞാൻ ഓതാം എന്ന് പറഞ്ഞ് 4 ആയത്തുകൾ ഓതിയിട്ടുണ്ട്. 4 ആയത്ത് ആ സംവാദത്തിൽ ഓതിയിട്ടുണ്ട്. ഒന്ന് ഓതിയത് ഞാൻ ആദ്യം പറഞ്ഞു 4 ആയത്ത് ഓതാം. ഒന്ന് ശിർക്കായതിന്, അതേതാ? സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, ഇൻതദഉഹും ലാ യസ്മഉ ദുആഅകും എന്ന ആയത്ത് ഓതി. രണ്ടാമത് വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്ന ആയത്ത് ഓതി. സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ. അത് രണ്ടും ശിർക്കായത്. മൂന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞിട്ട് അൻആമിലെ 128-ാമത്തെ ആയത്ത് മോദി. എന്നിട്ട് പറയും ഈ ആയത്തിൽ ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. അങ്ങനെ മൊത്തം 4 ആയത്ത്. ശിർക്കായതിന് 3 ആയത്ത്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതിന് 1 ആയത്ത്. അങ്ങനെ മൊത്തം 4 ആയത്ത്. ഇതാണ് കോഴിച്ചനെ പറഞ്ഞ വാചകം. പറഞ്ഞാള് ഞാനാണല്ലോ. ഇതാണ് പറഞ്ഞത്. ബോധപൂർവം പറഞ്ഞത്, ആലോചിച്ച് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞത് തന്നെയാണ്. അതാണ് ധാരാളം ആയത്തുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാതെ വസീയത്തു ശിർക്ക് ധാരാളം ആയത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞ ഇതാണ് ശിർക്കായതും വസീലയായതും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 ആയത്ത് ഓതാം എന്ന് പറയുകയും 3 ആയത്ത് ശിർക്കിന് 1 ആയത്ത് വസീലക്ക്, അങ്ങനെ മൊത്തം 4 ആയത്ത് എന്നാണ് പറഞ്ഞത്. ആ ഭാഗം ഇനി ഒന്ന് കേട്ടു നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും. ഈ മറ്റേ കണ്ണാടി അയച്ചു വെച്ചിട്ട് ഇതൊന്ന് കേൾക്കുക. അപ്പൊ സംഗതി മനസ്സിലാവാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ളത്. ശരി, പോക്കറക്കനി വല്ല ഉണ്ടോ ബാക്കി? ഏതായാലും ആ ഭാഗം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ചോദ്യം തന്നെ അന്ന് നാസർ സുല്ലമി ചോദിച്ചത് എന്താ? മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്തു ശിർക്കാകുന്നതുണ്ടോ, അതിന് വല്ല ആയത്തുണ്ടോ എന്നാ ചോദിച്ചത്. അതിനാണ് താങ്കൾ പറഞ്ഞത് ധാരാളം ആയത്തുകൾ ഉണ്ട് എന്ന്. അല്ലാതെ ശിർക്കാകുന്നതിനും വസീലത്തു ശിർക്കാകുന്നതിനും ധാരാളം ആയത്തുകൾ ഉണ്ട് എന്നല്ല. ഞാനാണോ പറഞ്ഞത്? പറഞ്ഞാണ് ഞാനാണോ? ആ പറഞ്ഞ ഞാൻ എന്നതാണ് പറഞ്ഞത്. നിങ്ങളൊന്നും പോയി കേട്ടാളി. എന്റെ ചോദ്യത്തിലേക്ക് തന്നെ വരിക. അപ്പോ നിങ്ങൾ പറഞ്ഞു കരയിൽ ഒരു ജിന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും വഴി ചോദിച്ചാലാണെങ്കിലും അതിന് വേറെ വിശദീകരണമാണുള്ളത് എന്ന്. ആ വിശദീകരണം എന്താണ്? അത് ശിർക്കാകാത്ത ഏത് മാനദണ്ഡം അനുസരിച്ചാണ് അത് ശിർക്കാകാതിരിക്കുക? ഒന്ന് വിശദീകരിച്ചാണ്. ഞാൻ പറഞ്ഞതല്ല, അവര് രണ്ടുപേരും ഏത് സന്ദർഭത്തിൽ എവിടെയാണോ പറഞ്ഞത് അത് നിങ്ങൾ ഓരോ എഴുതിയത് ശരിയാണോ എന്ന് ചോദിച്ചത്. അവരെ എഴുതിയതും പറഞ്ഞതും ശരിയാണോ എന്നാണ് ചോദ്യം. അതിനാ മറുപടി പറഞ്ഞത്.
അവരെഴുതിയും പറഞ്ഞത് ശരിയാണ്. ഏത് സന്ദർഭത്തിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് വിഷയത്തിൽ പറഞ്ഞോ ആ അർത്ഥത്തിൽ ശരിയാണ്. അതിന് ആ വിശദീകരണം എന്താണ് അവിടെ എടുത്ത് നോക്കിയാൽ മതി, ആ ലേഖനം വായിച്ചു നോക്കിയാൽ മതി, അതിൽ കിട്ടും. നിങ്ങൾ അവർ രണ്ടാളും പരാമർശിച്ചുകൊണ്ടാണ് ചോദിച്ചത്, സ്വതന്ത്രമായ ചോദ്യമല്ല. സക്കരിയ സ്വലാഹി പറഞ്ഞതും അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞതും പരാമർശിച്ചിട്ട് ആ പറഞ്ഞത് ശരിയാണോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അത് ഞാൻ പറഞ്ഞ അവര് പറഞ്ഞ അർത്ഥത്തിലെടുത്താൽ ഒരു കുഴപ്പവുമില്ല. ഇനി ആ പറഞ്ഞ അർത്ഥം എന്താണ്, ഇത് വായിച്ചു നോക്കി ബാക്കി അവിടുന്ന് കിട്ടും, അപ്പൊ അവിടുന്ന് എടുത്തോളി. അതുകൊണ്ട് അവിടെ എന്താണുള്ളത് 100% ശരിയാണ്, അതിൽ ഒരു വിയോജിപ്പും ഞങ്ങൾക്ക് ആർക്കുമില്ല. അത് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് നാട് നീളം പ്രചരിപ്പിച്ച് ഇവർ ജിന്നിനെ വിളിക്കാൻ പറയാണ് എന്ന പ്രചാരണങ്ങൾ നിങ്ങളെപ്പോലെ ചില മനുഷ്യന്മാർ, നിങ്ങളെന്നെ തുടങ്ങിച്ചാണ്, നിങ്ങളെപ്പോലെ ചില മനുഷ്യന്മാര് അത് എടുത്തിട്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ല, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇക്കാലം വരെ ഒരു മുങ്ങി മരിക്കുമ്പോൾ അടുത്ത് ജിന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെപ്പോലത്താണ് എപ്പോഴും അടുത്തൊരു ജിന്നുണ്ടെങ്കിൽ, കരക്കൊരു ജിന്നുണ്ടെങ്കിൽ, അപ്പുറത്ത് ജിന്നുണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ട് വരുന്നത്. അങ്ങാടിപ്പുറം മുഖാമുഖത്തില് ഒരു KNM ഒരു കുട്ടി ചോദിച്ചത് എന്റെ കീശി ജിന്നുണ്ടെങ്കിൽ, അപ്പൊ അവിടെ എത്തിക്കണിപ്പോ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യഥാർത്ഥത്തില് ഒരു നല്ല ശീലമല്ല എന്നേ പറയാനുള്ളൂ. നമ്മളെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും പടച്ച റബ്ബ് മാത്രം മതി. ഇനി ശിർക്കായാലും വേണ്ടില്ല, ഹറാമായാലും വേണ്ടില്ല, എന്ത് തരമാവട്ടെ നമുക്കൊരു ജിന്നോട് തേട്ടവും പാടില്ല തന്നെ. ശിർക്കായതും പാടില്ല, ശിർക്ക് അല്ലാത്തതും പാടില്ല. ഒരു സഹായാർത്ഥനകളും ഒരു ഘട്ടത്തിലും ഒരു ജിന്നിനോട് തേടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ജീവനാണ് പോയാലും ശരി, ജീവൻ പോയാലും ശരി, ഒരു ഘട്ടത്തിലും അങ്ങനെ തേട്ടത്തിന്റെ പ്രശ്നമേ ഇല്ല. ശിർക്കല്ലാത്ത സഹായാർത്ഥന ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അത് പോയി തേടാനല്ല. നേരെ മറിച്ച് ഒരു തേട്ടം എപ്പോൾ ശിർക്കാകും, എപ്പോൾ ശിർക്കാവില്ല എന്ന് പ്രമാണാടിസ്ഥാനമാക്കി കാലം അത്രയും നമ്മൾ വിശദീകരിച്ചു കൊടുത്ത ആ വിശദീകരണം അതേപോലെ പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്ത് ഒരു പുഴയിൽ മുങ്ങുമ്പോൾ അവിടെ ജിന്നുണ്ടോ നോക്കാൻ നമ്മളാരും പറഞ്ഞിട്ടില്ല. പണ്ട് നമ്മളെ മദീനത്തുള്ള ഡോക്ടർ അഷ്റഫ് മൗലവി, അദ്ദേഹത്തെ ഒരാൾ ഈ വിവാദം നടക്കുന്ന സമയത്ത് ഫോൺ ചെയ്തു, ഞാനിങ്ങനെ സൗദി അറേബ്യ വന്നിട്ട് വലിയ മരുഭൂമിപ്പെട്ട് വഴി അറിയാതെ കുടുങ്ങിയാൽ അവിടുന്ന് ജിന്നിനെ വിളിച്ചാൽ എന്താ അതിന്റെ വിധി വെച്ചിട്ട് മൂപ്പര് പറഞ്ഞു വെച്ചാൽ അവിടുന്ന് എന്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാണ്. അങ്ങനെ വന്ന് കൊടുക്കുമ്പോ എന്റെ നമ്പറിൽ വിളിച്ചു, ജിന്നിനെ വിളിക്കാൻ പോകണ്ട, വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര ഇതിനൊക്കെ ഉള്ളൂ, ഇതിനൊക്കെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ വെറുതെ ആലോചിച്ച് അവിടെ ജിന്നുണ്ടോ ഇവിടെ ജിന്നുണ്ടോ ഇതെന്ന് വെച്ചാൽ ആകെ ചിന്ത ജിന്നു മാത്രം, കേൾക്കണ വഴത് ജിന്നു മാത്രം, വേറെ ഒന്നുമില്ല. എവിടെ എന്ത് വഴതെച്ചാലും ആകെയുള്ള ജിന്ന്, വേറെ ഒരു വാർത്ത. അപ്പൊ ഈ വക വഴത് കേട്ട് 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 ഇപ്പൊ നടക്കുമ്പോ ഇങ്ങനെ തോന്നുക എന്റെ മുന്നിൽ ജിന്നുണ്ടാവോ, എന്റെ പിന്നിൽ ജിന്നുണ്ടാവോ, അപ്പുറത്ത് ജിന്നുണ്ടാവോ. ഞങ്ങളെ സംബന്ധിച്ച് ജിന്നെ എപ്പോ അവിടെ ഉണ്ടാകാം, നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. ജിന്ന് മുന്നിലും പിന്നിലും മേലും താഴ്ത്തൊക്കെ ഉണ്ടായിക്കൂടെ എന്നില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോണ്ട, നമ്മൾ സഹായം ചോദിക്കാനും പോണ്ട, തേടാനും പോണ്ട. ഇങ്ങോട്ട് വന്ന സഹായം വേണോ വെച്ചാൽ എനിക്ക് ആവശ്യമില്ല, പോണേക്ക് പോ, അഴുതും എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോകുക എന്നല്ലാതെ നമ്മൾ ആ വഴിക്ക് നീങ്ങേണ്ടതില്ല എന്നതാണ് നമ്മുടെ നയം. ഇവിടെ നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നുണ്ടോ, ചോദിക്കാം എന്നത് അനുവദനീയമാണോ എന്നല്ല, അത് ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ സംസാര വിഷയം തന്നെ. നിങ്ങൾ പറഞ്ഞു അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അത് ശിർക്കാവൂലോ വസീലത്തു ശിർക്കേ ആകൂ എന്ന്. ആ മാനദണ്ഡം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിനാണ് നിങ്ങൾ അവിടെ പോയി വായിച്ചോ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി അല്ലല്ലോ. എന്താണ് നിങ്ങൾ വസീലത്തു ശിർക്കാകുന്ന ജിന്നു വിളിക്കും ശിർക്കാകുന്ന ജിന്നു വിളിക്കും പരസ്പരം വേർതിരിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ദുആ ആണോ ശിർക്കാണ്, ദുആ അല്ലാത്തതാണോ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, അതാണ് മാനദണ്ഡം. ദുആയാണോ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇസ്തിആനത്താണോ, അത് ഇൻസാവട്ടെ ജിന്നാവട്ടെ, ഈ നിൽക്കുന്ന ഞാന് ആയിരിക്കുന്ന പോക്കിലേക്കാണ് തേടിയാലും ശരി, അത് ശിർക്കാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് അത് റബ്ബല്ലാത്ത ആരോട് നടത്തിയാലും അത് ശിർക്കാണ്. അതല്ല, ആ ഇസ്തിആനത്തല്ല, ദുആ അല്ല, പ്രാർത്ഥനയല്ല എങ്കിൽ നമ്മൾ തമ്മിൽ നടത്താൻ അനുവദനീയമാണെങ്കിൽ, ജിന്നുകൾ ആണെങ്കിൽ അത് മുഴുവൻ ഹറാമാണ്. കാരണം ഇപ്പത് ശിർക്കല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് ശിർക്കിലേക്ക് എത്തിക്കും, അത് ശിർക്കിലേക്കുള്ള വഴിയായി മാറും. അതാണ് വസീല എന്ന് പറഞ്ഞത്. അറബി പറയുമ്പോൾ ചില മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്തുള്ളൂ. ശിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗമാണ്. ഇവൻ പ്രാർത്ഥിക്കുന്നില്ല, അവൻ ആരാധിക്കുന്നില്ല, അബൗദികൾ കൽപ്പിക്കുന്നില്ല, ആ വക ഒന്നുമില്ല എങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ അത് ശിർക്കിൽ ചെന്ന് കൊണ്ടുപോയി എത്തിക്കും അവനെ. അതുകൊണ്ടാണ് അത് ഹറാമായത്. ഏത് ജായിസായ കാര്യവും ഏത് സുന്നത്തായ കാര്യവും ഒരു ഘട്ടത്തിൽ ഹറാമിലേക്ക് എത്തിക്കുമെങ്കിൽ അത് ഹറാമായി മാറും, ശിർക്കിലേക്ക് എത്തിക്കുമെങ്കിൽ അത് ഹറാമായി മാറും, കുഫ്റിലേക്ക് എത്തിക്കുമെങ്കിൽ അത് ഹറാമായി മാറും, സുന്നത്തായ കാര്യം പോലും. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞത്. ഖബർ സിയാറത്ത് സുന്നത്താണല്ലോ നമുക്ക്.
ഖബർ സിയാറത്ത് സുന്നത്താണ്. ആ സുന്നത്തായ ഖബർ സിയാറത്ത് പോലും ഖബറാളിയോട് തേടാനുള്ള വഴിയാകുമെങ്കിൽ ആ ഖബറിന് പോകാൻ തന്നെ പാടില്ല. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്ത് പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കരുത്. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബർ സന്ദർശനം തന്നെ വിരോധിച്ചു. എന്താ കാരണം? ശിർക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്ന് ഖബർ സിയാറത്ത് ശിർക്കിലേക്കുള്ള വസീലയായിരുന്നു. അന്ന് ഖബർ സിയാറത്ത് ശിർക്കിലേക്കുള്ള വസീലയായിരുന്നു. അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തൗഹീദൊക്കെ ഉറച്ച് ഈമാനൊക്കെ ഉറച്ച് ദീനൊക്കെ പഠിച്ച് അവര് ആ രംഗത്ത് ഇനി നിർഭയത്വമായ അവസ്ഥയ്ക്ക് എത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ അലാ ഫസുറുഹാ, നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക, അത് പരലോകം എന്ന ഓർമ്മയുണ്ടാവാൻ നല്ലതാണ്. അപ്പൊ സുന്നത്തായ കാര്യം പോലും ഒരാളെ സംബന്ധിച്ച് ശിർക്കിലേക്ക് വഴിവെക്കുമെങ്കിൽ അയാളെ സംബന്ധിച്ച് ചെയ്യാൻ പാടില്ല, അയാൾക്കത് പാടില്ലാത്തതായി മാറും. എന്ന പോലെ അനുവദനീയമായ കാര്യവും ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാട്ടിനെ സംബന്ധിച്ച് ശിർക്കിലേക്ക് വഴിവെക്കുമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. എന്നതുപോലെ ജിന്നിനുള്ള സഹായാർത്ഥങ്ങൾ ശിർക്കായത് ഏതായാലും പാടില്ല. ശിർക്ക് അല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ പോകാൻ പാടില്ല. പിന്നെ നിങ്ങൾ തേടുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതല്ല വിഷയം എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ടി.പി. അബ്ദുള്ള കോയ മദനി സത്യധാരയിൽ പോയിട്ടാ പറഞ്ഞത്. സത്യധാരയിൽ പോയിട്ടാണ് ടി.പി. അബ്ദുള്ള കോയ മദനി പറഞ്ഞത്. എന്ത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച പോലും ഇവിടെ വന്നു എന്ന് പറഞ്ഞത് കണ്ടോ? എന്താ പറഞ്ഞത്? പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും അത് ഹറാമോ വസിയത്ത് ശിർക്കോ മാത്രമാണെന്നും ഒക്കെ പറഞ്ഞു വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ രംഗത്ത് വരികയാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ടി.പി. അബ്ദുള്ള കോയ മദനി പറയാണെന്ത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും. കണ്ടോ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും ചിലർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഏത്? ഖുറാഫികളെ മാസിക പോയിട്ടാ പറയണത്. ഖുറാഫികളെ സത്യധാര മാസികയിൽ പോയിട്ടാണ് KNMന്റെ പ്രസിഡന്റായിരുന്ന ടി.പി. അബ്ദുള്ള കോയ മദനി അദ്ദേഹം പറഞ്ഞത്. ഇവർ തന്നെയാണ് മർമ്മം കിടക്കുന്നത്. അല്ല ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ സഹായം തേടാൻ പറ്റുന്ന വാദമുണ്ടോ എന്നതല്ല വിഷയം എന്ന് പറഞ്ഞിട്ട് അത് വിഷയം തന്നെ, ഞങ്ങളെ സംബന്ധിച്ച വിഷയം തന്നെയാണ്. റബ്ബിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും അല്ലാത്ത ഒരു പടപ്പിനോടും പ്രാർത്ഥന പാടില്ല എന്നും പ്രഖ്യാപിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ജിന്നോട് പ്രാർത്ഥിക്കാം എന്ന് വരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയം തന്നെയാണ്. ഈ രണ്ടാമത് ഇരുളിന്റെ ഇന്നലകളും ഇസ്ലാഹി പ്രസ്ഥാനവും KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി എഴുതിയതാണ്. അതിലും പറയാറുണ്ട്, മനുഷ്യ കഴിവിൽ പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാമെന്ന പോലെ ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവിൽപ്പെട്ടത് അവരോടും ചോദിക്കാമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചത്. കണ്ടോ? അവരെ ജിന്നുകൾ കഴിവിൽപ്പെട്ടത് ജിന്നുകളോടും ചോദിക്കാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. ആരാ എത്തിച്ചേർന്നത്? എവിടെ അതുള്ളത്? നേരെ മറിച്ച് എപ്പോഴാ ശിർക്കാവാ, എപ്പോഴാ ശിർക്കിലേക്ക് എത്തിക്കുക എന്ന ചർച്ച മാത്രമേ ഉള്ളൂ. അതും ഒരു പുതിയതൊന്നുമല്ല. അത് കേരളത്തിൽ മാത്രമുള്ളതുമല്ല, ലോകത്തുടനീളം സലഫി പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തു പോകുന്ന വിഷയമാണ്. അതാണല്ലോ ആലോചിക്കുന്നത് മനസ്സിലായത്. ഇനി ഇത് സമ്മേളന സുവനീർ അല്ലെന്താ പറഞ്ഞത്? എന്നാൽ 2007 ഏപ്രിൽ മാസത്തിൽ അൽ ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ലെന്ന അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി. കണ്ടോ? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ലെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി. ഒരു മൗലവി എഴുതിയിട്ടില്ല. അങ്ങനെ മൗലവി എഴുതിയാൽ അയാളെ മുജാഹിദനല്ല, സംശയമൊന്നും വേണ്ട. ഒരു മനുഷ്യനെ എഴുതിയാൽ അയാൾ മുജാഹിദല്ല, ഒരു സംശയം വേണ്ട. ചിലപ്പോ KNM ആയിരിക്കാം, പക്ഷെ മുജാഹിദാവില്ല. അതുകൊണ്ട് ഈ നിലക്ക് പച്ചയായ കളവുകൾ മാറി മാറി എഴുതുകയും പ്രചരിപ്പിക്കുകയും ടി.പി. അബ്ദുള്ള കോയ മദനി പ്രസംഗിക്കുകയും ചെയ്തു. ജിന്നോട് പ്രാർത്ഥിക്കാമോ ഇല്ലെന്ന് ചർച്ച ഇവിടെ ഉണ്ടായി. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അതല്ല വിഷയം എന്ന് പറഞ്ഞ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള അപരാധങ്ങൾ, ആ നിലക്കുള്ള നുണപ്രചാരങ്ങൾ നടത്തിയത് തന്നെയാണ് പ്രശ്നം. ഇവിടെയും വന്നിട്ട് നടത്തിയതും ആ നിലക്കുള്ള പ്രചാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിൽ 100% കളവ് തന്നെ, ഒരു സംശയമില്ല. അതേസമയം ദുആ ആണോ, ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്താണോ ശിർക്ക് തന്നെ. അതല്ലാത്തതാണോ ശിർക്കിലേക്കുള്ള വഴിവെക്കുന്നതാണ്, ഹറാമാണ്. പുഴയിലോ കരയിലോ കടലിലോ വെള്ളത്തിലോ അല്ലാത്തതോ എവിടെ, അത് വിഷയമല്ല. എവിടെ എന്നുള്ളതല്ല പ്രശ്നം, ആര് എന്നതല്ല പ്രശ്നം, ഏത് മാനദണ്ഡത്തിൽ ഏത് അർത്ഥത്തിൽ തേടുന്നു എന്നതാണ് പ്രശ്നം. അവിടെയാണ് അത് വേർതിരിയുന്നത്.
ഞാൻ വള്ളിക്കുന്ന് വരുന്നു. എൻ്റെ പേര് സാദിഖ്. എൻ്റെ ചോദ്യം, മങ്കൂസ് മൗലൂദ് ഓതിയ ഒരു വ്യക്തി അവൻ മുശ്രിക്കാകുമോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? അയാളുടെ വിശ്വാസം അനുസരിച്ചാണ്. അറിയാതെ അയാൾക്ക് ഇത് അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല, അയാൾ പാട്ട് പാടിയെങ്കിൽ ഒരു പക്ഷെ അയാളെ പഠിപ്പിച്ചവനായിരിക്കും അതിനെ കുറ്റം ഉണ്ടാവുക. അതല്ല, ആ പറഞ്ഞൊക്കെ ശരിയാണ്, റബ്ബല്ലാത്തവരെ സഹായിക്കും, അള്ളാഹു റസൂൽ പാപം പൊറുക്കും എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് കള്ളക്കഥ ഇതിലുണ്ട്. അതൊക്കെ ആ നിലയ്ക്ക് വിശ്വസിച്ചുകൊണ്ടാണോ അവൻ ചെയ്യുന്നത്, അത് ശുദ്ധമായ ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ആ വിഷയത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മോചിതത്ത് മുഖേന അള്ളാഹു സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ മങ്കൂസ് മൗലൂദ് ഓതിയാലോ? ശിർക്കനെയാണ്. അങ്ങനെ ഒരു സഹായിക്കാനുള്ള കഴിവ് അല്ല കൊടുത്തിട്ടില്ല. അപ്പോ അങ്ങനെ ഓതുന്ന മുസ്ലിയാക്കന്മാരുടെ ബാക്കിൽ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അത് വിഷയം വേറെ. അത് നമുക്ക് നിസ്കരിക്കുമ്പോൾ നോക്കാം. നമുക്ക് ഇശ കഴിഞ്ഞല്ലോ, ഇനി സുബിയാവുമ്പോഴല്ലേ നമുക്ക് അപ്പാലോചിക്കാം. പക്ഷെ ഏത് അർത്ഥത്തിലാണെങ്കിലും ശിർക്ക് തന്നെയാണ്. അത് കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ എന്തോ ആവട്ടെ. മുഴുജിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവായി കൊടുത്തപ്പോ അള്ളാഹു റസൂലിന്റെ മുഴുജിയത്താണ് ചന്ദ്രനെ പുലർത്തിയത്. അള്ളാഹു റസൂലിന്റെ മുഴുജിയത്ത ചന്ദ്രനെ പുലർത്തി. ഇനിയിപ്പോ നമ്മളെങ്ങനെ ചോദിക്കുമ്പോൾ വെച്ചിട്ട് അത് വെച്ച് എന്ത് ചോദിക്കാം? അള്ളാഹു റസൂലെ ഞങ്ങൾക്ക് നാളെ മാസം 1 വരണം, ചന്ദ്രനെ ഞങ്ങൾ പുതുപ്പിച്ചു തരണം എന്ന് പറയണോ? ചിലപ്പോ ഒരു മുഴുജിയത്ത് എന്നത് മറിയം ബീവിന്റെ കറാമത്താണ് ഭർത്താവില്ലാതെ ഗർഭമുണ്ടായി എന്നുള്ളത്. മറിയം ബീവിന്റെ കറാമത്ത. ഈ കറാമത്ത് വെച്ച് എങ്ങനെ നമ്മൾ ചോദിക്കല്?